ഈശ്വംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നോമ്പുകാലം പ്രാർത്ഥനയുടെ ദിനങ്ങളാണ്. ഒരുപക്ഷെ മറ്റു ദിനങ്ങളെക്കാളൊക്കെ ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാലഘട്ടം. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ എന്താണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങൾ, എൻ്റെ രോഗം മാറ്റിത്തരണം, എനിക്ക് നല്ല ജോലി ലഭിക്കണം, എൻ്റെ ഹിതം പോലെ ഈ ഭൂമിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന അപ്രകാരമായിരുന്നില്ല. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം നിലനിർത്തട്ടെ എന്ന്. ഈ നോമ്പുകാലത്ത് നമുക്കും പ്രാർത്ഥിക്കാൻ ഇടവരണം. എൻ്റെ ഹിതം പോലല്ല, അങ്ങയുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന വരാതിരിക്കാൻ നമ്മുടെ തമ്പുരാന് കഴിയുകയില്ല. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ഈശോയോട് ചേർന്ന് നിൽക്കാം. ഈശ്വംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.